ചില ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. സാധാരണയായിട്ട് അമ്മ തന്നെയാണ് ഇത് ഉണ്ടാക്കാറ്. അപ്പം അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അതിനായിട്ട് രാവിലെ കുറച്ച് കടല, അരക്കപ്പോളം കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടലയുടെ കൂടെ ഒരു 4 പച്ചക്കായ കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കായ ഒരു മീഡിയം സൈസ് അളവിൽ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ഇനി ഈ കടലയും പച്ചക്കായും കൂടെ കുറച്ച് വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഈ പച്ചക്കായുടെ കറ പോകണമെങ്കിൽ നന്നായിട്ട് കഴുകണം. അപ്പം അങ്ങനെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് ഒരു പച്ചക്കായും കടലയും ഒക്കെ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ അത്രയും വെള്ളം മതി. വെള്ളം ഓവറായി കഴിഞ്ഞാൽ പുഴുക്ക് നന്നാവില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയേക്കാളും കുറച്ച് കൂടുതൽ മുളക് പൊടി എടുക്കുക. ഇതിൻ്റെയൊന്നും അളവ് കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല. ഞാൻ ഇടുന്ന ഏകദേശം ഈ ഒരു സ്പൂണിലാണ് എടുക്കാറ്. അപ്പോൾ അതിന് ശേഷം കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5 വിസിലോളം ഞാൻ അടിക്കുന്നുണ്ട്. അമ്മ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണാറ്. അപ്പോൾ ഒരു 5 വിസിലടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒതുക്കാം നമുക്ക്. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരവിയതെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളകും കുറച്ച് ചെറിയുള്ളി എടുക്കുന്നുണ്ട്. പച്ചമുളക് ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ടാണ് 4 എണ്ണം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, കുക്കറിലുള്ള പുഴുക്ക് എന്തായെന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു ഒതുക്കിയ തേങ്ങ എന്ത് ചെയ്യാം, ഈ കുക്കറിലെ പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. ആ ഒരു കടുക് പൊട്ടിച്ചതും കൂടെ ഈ ഒരു പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കായ്മുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പുഴുക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.